ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീർജ എന്ന പേരുള്ള ഒരു പഞ്ചാബി പെൺകുട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ചണ്ഡീഗഡിൽ ജനിച്ച് മുംബൈയിൽ വളർന്ന് വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കൊല്ലപ്പെട്ട ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ധീരതയ്ക്കുള്ള അവാർഡുകൾ നേടിയ നമ്മുടെ നാടിന്റെ സ്വന്തം വീരപുത്രി നീർജ ഫാനോട്ട്. Flight 527 ready for departure. Flight 527 ready for departure. 1986 സെപ്റ്റംബർ മാസം 5-ാം തീയതി മുംബൈയിലെ സഹാർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് പോവുകയായിരുന്നു പാൻ ആം ഫ്ലൈറ്റ് 73 എന്ന അമേരിക്കൻ വിമാനം. ആ വിമാനത്തിലെ സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു നീർജ ഫാനോട്ട്. യാത്രക്കാരുടെ സേഫ്റ്റിയും അതുപോലെ മറ്റ് സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്ന ചുമതലയായിരുന്നു നീർജയ്ക്കുണ്ടായിരുന്നത്. ഏതാണ്ട് 380ഓളം യാത്രക്കാർ, 13 വിമാന ജീവനക്കാർ ഉൾപ്പെടെ അത്രയും യാത്രക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആ യാത്രക്കിടയിൽ പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിൽ വെച്ച് ആയുധധാരികളായ 4 പാലസ്തീനിയൻ ഭീകരർ ആ വിമാനം റാഞ്ചുകയാണ്. സൈപ്രസിൽ തടവിലാക്കപ്പെട്ട തങ്ങളുടെ കൂട്ടാളികളെ മോചിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. അതുകൊണ്ട് വിമാനം സൈപ്രസിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന നീർജ വിമാനം ഭീകരർ റാഞ്ചി എന്ന് അറിഞ്ഞ ആ മാത്രയിൽ തന്നെ കോക്പിറ്റിലേക്ക് വിവരം നൽകുകയും കോക്പിറ്റിലുണ്ടായിരുന്ന പൈലറ്റും സഹ പൈലറ്റും മറ്റൊരു ജീവനക്കാരനും അവിടെ ഉണ്ടായിരുന്ന ഒരു രഹസ്യ വാതിൽ വഴി രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഭീകരർക്ക് ഈ വിമാനം സൈപ്രസിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവരുടെ ആദ്യത്തെ ആ ഒരു ശ്രമം നീർജയുടെ സമയോചിതമായ ഇടപെടൽ മൂലം പരാജയപ്പെടുകയാണ്. വിമാനത്തിൽ നിന്ന് പൈലറ്റും കൂട്ടരും രക്ഷപ്പെട്ടതോടുകൂടി വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷാ ചുമതല വിമാനത്തിലെ സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റായ നീർജയുടെ ചുമലിലേക്ക് വന്നു ചേർന്നു. ഇതിനിടയിൽ വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ ഇൻഡോ അമേരിക്കൻ പൗരനാണെന്ന് തിരിച്ചറിഞ്ഞ ഭീകരർ അയാളെ നിർദാക്ഷിണ്യം വകവരുത്തി വിമാനത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതോടെ യാത്രക്കാരെല്ലാം വല്ലാതെ ഭയചകിതരായി. തങ്ങളുടെ ജീവന് വേണ്ടി അവർ നിലവിളിക്കാൻ തുടങ്ങി. വിമാനത്തിൽ അമേരിക്കൻ പൗരന്മാരായ കൂടുതൽ യാത്രക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയ ഭീകരർ യാത്രക്കാരുടെ എല്ലാം പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ നീർജയോട് ആവശ്യപ്പെട്ടു. എന്നാൽ നീർജ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. അമേരിക്കൻ യാത്രക്കാരുടെ എല്ലാം പാസ്പോർട്ടുകൾ നീർജ വളരെ രഹസ്യമായി വിമാനത്തിന്റെ സീറ്റിനടിയിലും വേസ്റ്റ് ബാസ്ക്കറ്റുകളിലുമൊക്കെ ഒളിപ്പിച്ചു. അതുകൊണ്ട് അമേരിക്കൻ പൗരന്മാരായ യാത്രക്കാരെ തിരിച്ചറിയാൻ ഭീകരർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവരെല്ലാവരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. റാഞ്ചൽ നാടകം ഏതാണ്ട് 17 മണിക്കൂറോളം നീണ്ടു. ചർച്ചകളും മധ്യസ്ഥ ശ്രമങ്ങളും എല്ലാം പരാജയപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യം വിമാനം മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതോടുകൂടി ഭീകരർ വിമാനത്തിനുള്ളിൽ വെടിയുതിർക്കാനും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കാനും തുടങ്ങി. അതോടുകൂടി വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. അവർ മരണത്തെ മുഖാമുഖം കണ്ടു. തങ്ങൾ ജീവിക്കുമോ മരിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ആ അവസ്ഥയിൽ, വളരെ സംഘർഷഭരിതമായ അവസ്ഥയിൽ, എന്തു ചെയ്യണമെന്നറിയാത്ത ആ അവസ്ഥയിൽ വളരെ മനസാന്നിധ്യത്തോടുകൂടി നീർജ വളരെ ധൈര്യപൂർവ്വം വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കുകയാണ്. എമർജൻസി വാതിൽ തുറന്നത് നീർജയായതുകൊണ്ട് ആദ്യം അവൾക്ക് പുറത്തിറങ്ങാമായിരുന്നു. എന്നാൽ നീർജ അങ്ങനെ ചെയ്തില്ല. ആ വാതിൽ തുറന്ന് അവൾ യാത്രക്കാരെ വളരെ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. വിമാനത്തിലെ യാത്രക്കാർ പുറത്തിറങ്ങുന്ന ആ തിരക്കിനിടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന 3 ചെറിയ കുട്ടികളെ നീർജ തന്റെ നെഞ്ചോടടുക്കി പിടിച്ച് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഭീകരരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടനെ തന്നെ നീർജയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ചിട്ട് വിമാനത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. എന്നിട്ട് യാതൊരു കരുണയുമില്ലാതെ അവളുടെ നെറ്റിയിൽ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ച് അവളെ കൊല്ലുകയാണ്. അങ്ങനെ തന്റെ 23-ാം വയസ്സിൽ തന്റെ ജന്മദിനത്തിനും 2 ദിവസം മുമ്പ് നീർജ എന്ന പൂർണ്ണ ചന്ദ്രിക എന്നേക്കുമായി കാർമേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞു.
തൻ്റെ തൊഴിലിനോടും ചുമതലകളോടും സഹജീവികളോടുള്ള കടമകളോടും 100% സത്യസന്ധത പുലർത്താൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ഹോമിച്ച ഭാരതത്തിൻ്റെ ആ വീരപുത്രിക്ക് ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും മരണാനന്തര ബഹുമതികൾ നൽകി ആദരിക്കുകയുണ്ടായി. ഭാരതം അവൾക്ക് നൽകിയത് ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ അശോക ചക്രയാണ്. അവളുടെ മുഖചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് ഇന്ത്യയിൽ 2004 പുറത്തിറങ്ങി. അവളെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. 2016 അവളെക്കുറിച്ചുള്ള ഒരു സിനിമ നീർജ എന്ന പേരിൽ പുറത്തിറങ്ങുകയുണ്ടായി. അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 7 വയസ്സുള്ള കുട്ടി ഇന്നൊരു ഫ്ലൈറ്റ് ക്യാപ്റ്റനാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിനും താൻ നീർജയോട് കടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അദ്ദേഹം മാത്രമല്ല, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒട്ടനേകം പേർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിനും കടപ്പെട്ടിരിക്കുന്നത് നീർജയോടാണ്. നീർജയുടെ സമയോചിതമായ ഒരു ഇടപെടലാണ് അവരെയെല്ലാം ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. നീർജയുടെ ജീവിതം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വളരെ മഹത്തായ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ തന്നെ 100% സമർപ്പിച്ചാൽ തീർച്ചയായും അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ പരിശ്രമത്തിനിടയിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അതൊരു പരാജയമല്ല, അതിന് ഒട്ടേറെ സൽഫലങ്ങളുണ്ടാകും. നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ, നിങ്ങളുടെ ശേഷിയുടെ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ, നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഒക്കെ 100% നിങ്ങൾ നൽകി നോക്കൂ. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുന്നണി പോരാളിയായിരുന്നൊരു മനുഷ്യനുണ്ട്. മഹാത്മാഗാന്ധി എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന് തന്റെ ജീവിതം എന്നാൽ അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. ബ്രിട്ടീഷുകാരുടെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ അർത്ഥനഗ്നനായ ആ ഫക്കീർ നെഞ്ചുവിരിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ ഭാരതം മുഴുവൻ അണിനിരന്നു. ഒടുവിൽ ആ വൃദ്ധനായ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിനും ഇച്ഛാശക്തിക്കും മുമ്പിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം കീഴടങ്ങേണ്ടി വന്നു. നമ്മെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമെന്നാൽ അത് മഹാത്മാഗാന്ധിയാണ്. നമ്മുടെ രാജ്യത്തിന് ഇവിടെ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് യോജിക്കുമെങ്കിൽ നമുക്ക് ഒരേയൊരു പേരേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധി എന്ന പേരാണ്. കാരണം അത്രമേൽ തൻ്റെ ജീവിതത്തിൻ്റെ 100% നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. തൻ്റെ 78-ാം വയസ്സിൽ ഗോഡ്സെ എന്നു പേരുള്ള ഒരു കിരാതനാൽ കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കാനുള്ള കാരണം തൻ്റെ ജീവിതത്തിൻ്റെ 100% നമ്മുടെ നാടിനു വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു പേര് യേശു ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുക. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. ഈ കാര്യങ്ങളൊക്കെ പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചയാളാണ് യേശുക്രിസ്തു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിച്ചയാളാണ് യേശുക്രിസ്തു. തൻ്റെ 33-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടെങ്കിലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് യേശുക്രിസ്തു എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരനെയാണ്. ജ്ഞാനിയായ സോക്രട്ടീസിനെയും ശിഷ്യനായ പ്ലേറ്റോയെയും ഓർമ്മയില്ലേ? ഒരിക്കൽ പ്ലേറ്റോയ്ക്കൊരു സംശയം, എന്താണ് തൻ്റെ ഗുരുവിൻ്റെ വിജയരഹസ്യം, എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ ജ്ഞാനത്തിൻ്റെ കാരണം? ശിഷ്യൻ ഗുരുവിനോട് നേരിട്ടത് ചോദിക്കുകയാണ്, ഗുരു എന്താണ് ഇതിൻ്റെ രഹസ്യം? ഗുരു ഒന്നും മിണ്ടിയില്ല. പകരം ഇങ്ങനെ പറഞ്ഞു, നാളെ രാവിലെ കുളിക്കാൻ പുഴക്കരയിൽ വരിക. പിറ്റേന്ന് രാവിലെ ശിഷ്യൻ പുഴക്കരയിൽ എത്തുമ്പോൾ ഗുരു വെള്ളത്തിലിറങ്ങി നിൽക്കുകയാണ്. ശിഷ്യനോട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. പ്ലേറ്റോ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ശിഷ്യന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് സോക്രട്ടീസ് വെള്ളത്തിലേക്ക് ആ മനുഷ്യനെ താഴ്ത്തുകയാണ്. വെള്ളത്തിനടിയിൽ പ്ലേറ്റോയ്ക്ക് ശ്വാസം മുട്ടി. അദ്ദേഹം വല്ലാതെ കുതിര മാറാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. ഒടുവിൽ ശ്വാസം മുട്ടി മരിക്കുമെന്നായപ്പോൾ ഗുരു ശിഷ്യനെ മുകളിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിന് ശ്വാസം തിരിച്ചു കിട്ടി. എന്നിട്ട് ഈ ഗുരു തന്റെ ശിഷ്യനോട് പറഞ്ഞു, വെള്ളത്തിനടിയിൽ നിനക്ക് ശ്വാസം മുട്ടിയപ്പോൾ നീ എന്തുമാത്രം നിന്റെ പ്രാണവായുവിന് വേണ്ടി ആഗ്രഹിച്ചോ, നിന്റെ ശരീരത്തിലെ ഓരോ അണുവും മറ്റെല്ലാം മറന്ന് പ്രാണവായുവിന് വേണ്ടി ആഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ഉയരണമെന്ന് നീ ആഗ്രഹിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇതുപോലെ 100% സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും.
നീർജയെപ്പോലെ ചെയ്യുന്ന കാര്യങ്ങളോട് 100% സത്യസന്ധത പുലർത്തിയാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളൊരപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മകനോ മകളോ ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു തൊഴിലുടമയോ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയോ ഒരു വിദ്യാർത്ഥിയോ അധ്യാപകനോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ 100% നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളൊരു അത്ഭുതമായിട്ട് മാറും. ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വലിയ ഒരു മഹാത്ഭുതം.